ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് SSLC പരീക്ഷയുമായി ബന്ധപ്പെട്ട് മൈ റേഡിയോ 90 FM നടത്തുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് പ്രോഗ്രാമിലാണ്. ഞാൻ ബിന്ദു, AKMHSS പൂച്ചട്ടി സ്കൂളിലെ ഹിന്ദി അധ്യാപികയാണ്. എന്നോടൊപ്പമുള്ളത് അതേ വിദ്യാലയത്തിലെ എൻ്റെ പ്രിയ വിദ്യാർത്ഥി സാലിയ. എന്താ സാലിയ, പരീക്ഷയുമായി ബന്ധപ്പെട്ട് റിവിഷനും കാര്യങ്ങളും എല്ലാം സ്റ്റാർട്ട് ചെയ്തില്ലേ? മുഖത്തെന്തോ ഒരു ടെൻഷനുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ. ആ ടീച്ചറെ, ടെൻഷൻ ഉണ്ട്. എക്സാം ഒക്കെ അടുത്തില്ലേ? എങ്ങനെ ക്വസ്റ്റ്യൻസ് എഴുതണം, ഏതെല്ലാം ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, കുറേ സംശയങ്ങൾ എനിക്കുണ്ട്. ആ സംശയങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയാണ് ഞാൻ ടീച്ചറുടെ അടുത്ത് വന്നിരിക്കുന്നത്. എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചോളൂ. ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിൽ ലഭിച്ചു കഴിഞ്ഞാൽ ആദ്യം അതിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ആദ്യമായി ക്വസ്റ്റ്യൻ പേപ്പർ നല്ല പോലെ വായിച്ചു നോക്കണം. അതിനായിട്ട് നമുക്ക് 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമുണ്ട്. ആ കൂൾ ഓഫ് ടൈമിൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് പരിചയപ്പെടാനുള്ള സമയമാണ്. ചോദ്യങ്ങൾ നല്ല പോലെ വായിച്ചു നോക്കി നമുക്ക് ഏതൊക്കെ ആദ്യം എഴുതണമെന്ന് മനസ്സിൽ ഉറപ്പിക്കാം. അതിനുശേഷം വീണ്ടും വായിച്ചു നോക്കി കഴിയുമ്പോൾ എല്ലാ ചോദ്യവും നമുക്ക് ഈസിയായി തോന്നാം. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഘടന എങ്ങനെയായിരിക്കും? ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഘടന എന്ന് പറഞ്ഞാൽ ഹിന്ദി മൊത്തം 50 മാർക്കിലാണ് വരുന്നത്. അതിൽ 40 മാർക്കിൻ്റെ ചോദ്യങ്ങൾ എഴുതാനുള്ളതും 10 മാർക്ക് കണ്ടിന്യൂസ് ഇവാലുവേഷനുമുള്ളതാണ്. ചോദ്യപേപ്പറിൽ വരുന്ന 40 മാർക്കിൻ്റെ ചോദ്യങ്ങൾ എഴുതാനായി നമുക്ക് 1.5 മണിക്കൂർ സമയമുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഈ 40 മാർക്കും എഴുതി തീർക്കാവുന്നതാണ്. 1 മാർക്കിൻ്റെ, 2 മാർക്കിൻ്റെ, 4 മാർക്കിൻ്റെ ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. അതിൽ 4 മാർക്കിൻ്റെ ചോദ്യങ്ങൾ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അതിന് ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ആ ഓർ ക്വസ്റ്റ്യൻസ് നല്ലപോലെ വായിച്ച് നമുക്ക് ഏതാണോ കൂടുതൽ എളുപ്പമെന്ന് തോന്നുന്നത് നമുക്ക് എഴുതാവുന്നതാണ്. പാഠഭാഗങ്ങളായിട്ട് ബന്ധപ്പെട്ട് 4 മാർക്കിൻ്റെ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ. ആ ചോദ്യങ്ങളൊക്കെ ഏതായിരിക്കും? അതെങ്ങനെയാണ് എഴുതുക? മൊത്തം നമുക്ക് 5 യൂണിറ്റുകളാണ് ഉള്ളത്. അതിൽ നമുക്ക് 11 പാഠഭാഗങ്ങളാണ് ഉള്ളത്. അതിൽ ഗദ്യഭാഗത്തു നിന്ന് ഡിസ്കോഴ്സ് ലെവൽ ചോദ്യങ്ങളാണ് വരിക. അതായത് ഡിസ്കോഴ്സ് ലെവൽ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ കത്ത്, പോസ്റ്റർ, ഡയറി എന്നിങ്ങനെ വരും. ഇതിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുമ്പോൾ നമ്മൾ ആദ്യ പേജിൽ നിന്ന് പുതിയ പേജ് എടുത്തിട്ട് വേണം എഴുതി തുടങ്ങാനായിട്ട്. അപ്പോൾ നമുക്കൊരു പ്ലസ് പോയിൻ്റാണത് അങ്ങനെ എഴുതി തുടങ്ങുന്നത്. ഡയറി എഴുതുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത് ഞാനൊന്ന് ഇവിടെ സൂചിപ്പിക്കാം. ഡയറിക്ക് കൃത്യമായ ഘടനയുണ്ട്. തീയതിയും ദിവസവും എഴുതണം. തീയതി എഴുതുമ്പോൾ വർഷം, മാസം, ദിവസം ഹിന്ദിയിൽ തന്നെ എഴുതണം. സ്വാഭാവിക് ഭാഷ അനുഭവം കാ സ്പഷ്ടീകരൺ, അതായത് സ്വന്തം അനുഭവങ്ങളായിരിക്കണം ഡയറിയിൽ എഴുതേണ്ടത്. പിന്നെ തുടക്കത്തിൽ ആജ് കാ ദിൻ ഭൂൽ നഹീ സക്താ എന്നും അവസാനം നീന്ദ് ആത്തി ഹേ എന്നും എഴുതി നമുക്ക് ഡയറി അവസാനിപ്പിക്കാം. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഡയറിയിലെ 4 മാർക്ക് നമുക്ക് ഉറപ്പാണ്. കത്തെഴുതുമ്പോഴും ഇങ്ങനെ തന്നെയാണോ? കത്തെഴുതുമ്പോഴും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രൂപരേഖ കാ പാലൻ, കത്തിൻ്റെ രൂപം, സ്ഥാൻ, താരീഖ് വലതുവശത്ത് രേഖപ്പെടുത്തണം. അതിനുശേഷം സംബോധന, പ്രിയമിത്ര, പ്രിയ സഹേലി. കത്ത് 3 പാരഗ്രാഫിലായിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. ആദ്യത്തെ പാരഗ്രാഫിൽ കേസേ ഹോ, കുശൽ സേ ഹേന തുടങ്ങിയ സുഖാന്വേഷണങ്ങളും, രണ്ടാമത്തെ പാരഗ്രാഫിൽ നമുക്ക് ചോദ്യപേപ്പറിൽ തന്നിട്ടുള്ള ചോദ്യത്തെ ആസ്പദമാക്കിയിട്ട് സൂചനയ്ക്കനുസരിച്ചിട്ട് വേണം രണ്ടാമത്തെ പാരഗ്രാഫിൽ എഴുതാനായിട്ട്. മൂന്നാമത്തെ പാരഗ്രാഫ് എന്ന് പറയുന്നത് കൺക്ലൂഷനാണ്. അതായത് കത്ത് സമാപ്ത് ഹും, മാം ബാപ് കോ മേര നമസ്കാർ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കത്ത് അവസാനിപ്പിക്കാം. അവസാനം തുമാര സഹേലി എന്ന് ഹസ്താക്ഷർ എന്ന് എഴുതണം. അതിനുശേഷം കത്ത് എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആർക്കാണോ കത്തയക്കുന്നത് അഡ്രസ്സ് വയ്ക്കണം. അതിനായിട്ട് ഇടതുവശത്ത് കുറച്ച് താഴെയായിട്ട് ഒരു ബോക്സ് വരച്ച് അതിൽ സേവാമേ എന്നെഴുതി പേരും അഡ്രസ്സും എഴുതുക. ഇത്രയുമായാൽ കത്തിൻ്റെ രൂപമായി. 4 മാർക്ക് നമുക്ക് നേടാവുന്നതുമാണ്. അപ്പോൾ പട്കഥ എഴുതുന്ന രീതി എങ്ങനെയാണ്? പട്കഥ എഴുതുമ്പോഴും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പട്കഥയിൽ നമുക്ക് ദൃശ്യ ഏക് എന്ന്
ആദ്യം എഴുതണം. പിന്നെ പട്കഥ 2 രീതിയിൽ എഴുതാം. പാരഗ്രാഫ് വൈസായിട്ടും എഴുതാം, കോളങ്ങൾ വരച്ചിട്ടും എഴുതാം. ദൃശ്യ ഏക് എന്നെഴുതിയതിന് ശേഷം ദൃശ്യത്തെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് അത് ഒന്നാമത്തെ കോളത്തിൽ, പാരഗ്രാഫ് ആണെങ്കിൽ ആദ്യത്തെ പാരഗ്രാഫിൽ എഴുതണം. അതായത് എവിടെയാണോ ദൃശ്യം നടക്കുന്നത്, എപ്പോഴാണോ ദൃശ്യം നടക്കുന്നത്, അതായത് രാത്രിയാണോ പകലാണോ എന്നുള്ളത് അവിടെ കൃത്യമായിട്ട് എഴുതിയിരിക്കണം. പിന്നീട് കഥാപാത്രങ്ങളുടെ വേഷഭൂഷ, ഹാവ് ഭാവ് എന്നിവയും രേഖപ്പെടുത്തിയിരിക്കണം. രണ്ടാമത്തെ പാരഗ്രാഫ്, അതായത് കോളത്തിലാണ് എഴുതുന്നതെങ്കിൽ കോളത്തിൽ കഥാപാത്രങ്ങളുടെ സംവാദ്, അതായത് വാർത്താലാപ്, സംഭാഷണം, സന്ദർഭത്തിന് അനുയോജ്യമായിട്ടുള്ള സംഭാഷണം എഴുതണം. അവസാനം ദൃശ്യക സമാപ്ത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പട്കഥ അവസാനിപ്പിക്കാം. ഇത്തരം കാര്യങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യാതൊരു വിഷമവും കൂടാതെ നമുക്ക് 4 മാർക്ക് പട്കഥയിൽ നേടാവുന്നതാണ്. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ നേടാൻ പറ്റുന്ന ഒരു ചോദ്യമല്ലേ പോസ്റ്റർ നിർമ്മാണം. അപ്പൊ പോസ്റ്റർ നിർമ്മിക്കുന്നത് എങ്ങനെയാണ്? പോസ്റ്റർ എഴുതുമ്പോഴും നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജയിക്കാനുള്ള മാർക്ക്, സ്കോർ നേടാനുള്ള ഒരു ചോദ്യമാണ് പോസ്റ്റർ. പോസ്റ്റർ 2 തരത്തിലുണ്ട്. സന്ദേശമാണ് എഴുതാൻ വരുന്നത് എങ്കിൽ അതിൽ 4 സെൻറ്റൻസ് എഴുതാൻ ശ്രമിക്കണം. ചിത്രങ്ങൾ ഉൾപ്പെടുത്തി പോസ്റ്റർ ആകർഷകമാക്കാം. ഒറ്റ നോട്ടത്തിൽ കാര്യങ്ങളെല്ലാം മനസ്സിലാകണം. പോസ്റ്ററിൽ തന്നിരിക്കുന്ന വിഷയം തന്നെ തലക്കെട്ട് കൊടുത്ത് സ്ഥാൻ, താരീഖ്, സമയ്, സബ്കാ സ്വാഗത് എന്നിവ എഴുതി പോസ്റ്റർ നമുക്ക് അവസാനിപ്പിക്കാം. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി എഴുതി കഴിഞ്ഞാൽ പോസ്റ്ററിൻ്റെ മാർക്ക് എവിടെയും ചോർന്നു പോകാതെ നമുക്ക് കിട്ടുന്നതായിരിക്കും. കവിതാ ഭാഗത്ത് നിന്ന് 4 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ, ആ ചോദ്യങ്ങളൊക്കെ എങ്ങനത്തെ ആയിരിക്കും? കവിതയിൽ നിന്ന് വരാവുന്ന 4 മാർക്കിൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ആശയം എഴുതുക എന്നതാണ്. ആശയം എഴുതുമ്പോൾ 3 പാരഗ്രാഫായിട്ട് വേണം നമുക്ക് എഴുതാനായിട്ട്. ആദ്യത്തെ പാരഗ്രാഫിൽ കവിയെക്കുറിച്ചും കവിതയെക്കുറിച്ചും ചെറുവിവരണം കൊടുക്കണം. രണ്ടാമത്തെ പാരഗ്രാഫിൽ കവി കഹ്തേ ഹേ എന്ന് പറഞ്ഞുകൊണ്ട് കവിതയുടെ ആശയം എഴുതണം. മൂന്നാമത്തെ പാരഗ്രാഫിൽ കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ള ആലങ്കാരിക പ്രയോഗങ്ങൾ പ്രയോഗിച്ചുകൊണ്ടും സന്ദേശം എഴുതിയും നമുക്ക് ആശയം അവസാനിപ്പിക്കാം. ഇതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യനാണ് റപ്പഡ്. റപ്പഡ് എഴുതുമ്പോഴും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. റപ്പഡിന് തലക്കെട്ട് നിർബന്ധമാണ്. അതുപോലെ തന്നെ എവിടെയാണോ ഈ സംഭവം നടക്കുന്നത് എന്നുള്ളത് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം. അതുപോലെ കൃത്യമായ കാര്യം അടുക്കും ചിട്ടയോടും കൂടി എഴുതുന്നതാണ് റപ്പഡ്. സഹി പ്രസ്താവ് ചുൻകർ ലിഖോ എന്ന ചോദ്യം തീർച്ചയായും ഉണ്ടാവുമല്ലേ? സഹി പ്രസ്താവ് ചുൻകർ ലിഖോ എന്ന ക്വസ്റ്റ്യൻ തീർച്ചയായും ഉണ്ടാകും. അതിൽ നമുക്ക് 6 പോയിൻറ്റ്സാണ് നമുക്ക് തരിക. അതിൽ നിന്ന് 4 സഹി പ്രസ്താവ് ചുൻകർ ലിഖോ എന്നായിരിക്കും ക്വസ്റ്റ്യൻ. പാഠഭാഗം നല്ലപോലെ വായിച്ചിട്ടുള്ള കുട്ടിക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഈ ഉത്തരം എഴുതാവുന്നതാണ്. പഠിച്ചിട്ടുള്ള പാഠഭാഗത്തെ ഓർത്തുകൊണ്ട് കൃത്യമായി ശരിയായ ഉത്തരം എഴുതാനായിട്ട് ശ്രമിക്കുക. ഹിന്ദിയിൽ വ്യാകരണ ഭാഗത്ത് നിന്ന് നിരവധി ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ, ആ ചോദ്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? ഭാഷാപ്രയോഗവുമായി നമുക്ക് വരുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ വിശേഷൺ ശബ്ദ, ലഗ് കാ പ്രയോഗ്, സഹി വികൽപ് ചുൻകർ ലിഖോ എന്നുള്ള ചോദ്യങ്ങളാണ്. ഇവയ്ക്കെല്ലാം 1 മാർക്ക് വീതമാണ് ഉള്ളത്. വിശേഷൺ ശബ്ദ എന്ന് പറഞ്ഞാൽ സുന്ദർ ഖിലൗന, ലംബി പങ്ക്തി. ഇതിൽ സുന്ദർ, ലംബി എന്നുള്ളതാണ് വിശേഷൺ ശബ്ദം. ഇത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടാൽ മനസ്സിലാകും. ഇനി മറ്റൊരു തരത്തിലും വരാം. ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതാനായിട്ട് കുറച്ച് പദങ്ങൾ ബ്രാക്കറ്റിൽ തരും, അതിൽ നിന്ന് വിശേഷൺ ശബ്ദം എടുത്തെഴുതാനും ഇപ്പോൾ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തതാണ് ലഗ്. ലഗ് പ്രയോഗിക്കുമ്പോൾ നേ വേണം. അതുപോലെ തന്നെ കർത്താവിൻ്റെ ലിംഗവചനം അനുസരിച്ച് വേണം ലഗ് എഴുതാനായിട്ട്. ക്രിയാധാതുവിനോടുകൂടി നേ പ്രത്യയം ചേർക്കണം. രാമു ദേഖ്നെ ലഖ, റാണി ദേഖ്നെ ലഗി. ലഗിൽ അവിടെ മാറ്റം വന്നു അല്ലേ? രാമു
ദേഖ്നെ ലഗ, റാണി ദേഖ്നെ ലഗി. ക്രിയാധാതുവിനോടുകൂടി ദേഖ്നെ നേ ചേർന്നു. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ലഗിൻ്റെ മാർക്ക് നമുക്ക് നഷ്ടമാവില്ല. സഹി വികൽപ്പ് ചുൻകർ ലിഖോ. ഇതിൽ സർവനാമത്തോടു കൂടി പ്രത്യയങ്ങൾ ചേർക്കലാണ്. എന്താണ് സർവനാമം എന്ന് പറഞ്ഞാൽ? വഹ് യഹ് അതായിരിക്കും. യെസ്, യഹ് വഹ് എന്നിവയാണ്. അതിനോട് കൂടി പ്രത്യയങ്ങൾ കാ, കേ, കി, നേ, കോ, സേ എന്നിവ ചേർത്തുകൊണ്ട് എഴുതുന്നത്. ഉദാഹരണം വഹ് പ്ലസ് ക ഉസ്ക, യഹ് പ്ലസ് ക ഇസ്ക, വഹ് പ്ലസ് കി ഉസ്കി എന്നിങ്ങനെ. ഇത് മനസ്സിലാക്കിയാൽ ഈ ഒരു മാർക്കും നഷ്ടമാവുകയില്ല. വാക്യ പിരമിഡ് തീർച്ചയായും വരുമല്ലേ? വാക്യ പിരമിഡ് തീർച്ചയായും ഉണ്ടാകും. വാക്യ പിരമിഡ് വന്നാൽ ട്രയാങ്കിൾ വരച്ച് തന്നിരിക്കുന്ന 2 വാചകങ്ങളും പകർത്തി എഴുതണം. അതിനുശേഷം ബ്രാക്കറ്റിലുള്ള പദങ്ങളുടെ അർത്ഥം മനസ്സിലാക്കണം. 2 പദങ്ങൾ തന്നിട്ടുണ്ടാവും ബ്രാക്കറ്റിൽ. ആ പദങ്ങളുടെ അർത്ഥം മനസ്സിലാക്കണം. അതിനുശേഷം ട്രയാങ്കിളിലെ 2ാമത്തെ വാചകത്തോടുകൂടി ബ്രാക്കറ്റിനകത്തെ ആദ്യത്തെ പദം ചേർത്ത് ട്രയാങ്കിളിൽ 3ാമത്തെ വാചകം എഴുതാം. അതിനുശേഷം ഈ 3ാമത്തെ വാചകത്തോടുകൂടി ബ്രാക്കറ്റിൽ കിടക്കുന്ന 2ാമത്തെ പദം ഉപയോഗിച്ചിട്ട് ട്രയാങ്കിളിലെ 4ാമത്തെ വാചകവും നമുക്ക് എഴുതാം. ഇത്രയുമായി കഴിഞ്ഞാൽ വാക്യ പിരമിഡ് റെഡി. വാക്യ പിരമിഡിന് 2 മാർക്കാണ് നമുക്കുള്ളത്. 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഏതൊക്കെയായിരിക്കും? നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് 2 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ടാകും. അത് വിശ്ലേഷണാത്മക ചോദ്യങ്ങളായിരിക്കും. അത് പാഠഭാഗത്തിൽ നിന്ന് നമുക്ക് തന്നിട്ടുള്ള സൂചനയ്ക്കനുസരിച്ചിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. ആ സൂചനയിൽ ശ്രദ്ധാപൂർവം വായിച്ച് നമുക്കതിന് ആൻസർ ചെയ്യാവുന്നതാണ്. ഇപ്പം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ സംശയങ്ങളും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന എല്ലാ ചോദ്യങ്ങളും നമ്മൾ കടന്നു പോയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും അതിലെന്തെങ്കിലും സംശയമുണ്ടോ? ഇനി ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് സംശയങ്ങളൊന്നുമില്ല. ഇനി പാഠഭാഗമായിട്ട് കുറച്ച് സംശയങ്ങളുണ്ട്. അത് ചോദിച്ചോട്ടെ? ചോദിക്കാമല്ലോ. ഏത് ടൈമിലെ പാഠഭാഗങ്ങളെയാണ് കൂടുതലായി ശ്രദ്ധിക്കേണ്ടത്? എല്ലാ പാഠഭാഗങ്ങളും ശ്രദ്ധാപൂർവം വായിച്ച് പഠിച്ചു വേണം നമ്മൾ പരീക്ഷയ്ക്ക് പോകാനായിട്ട്. അതിൽ 2ാമത്തെ ടേമിലെ പാഠഭാഗങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാം. 1ാമത്തെ യൂണിറ്റിലെ ബീർ ബഹൂട്ടി എന്ന കഹാനിയിൽ നിന്ന് പട്കഥ, വാർത്താലാപ് എന്നിവ പ്രതീക്ഷിക്കാം. തീർച്ചയായും എല്ലാ വർഷവും അതിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ പാഠം നല്ലപോലെ പഠിച്ചു വേണം പോകാനായിട്ട്. ടൂട്ടാ പഹിയ എന്നുള്ള കവിത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കവിതയാണ്. അതിൽ നിന്ന് നമുക്ക് ആശയം എഴുതാനായിട്ട് വരും. അതുപോലെ ധാരാളം വിശേഷൺ ശബ്ദമുള്ള കവിതയാണത്. കവിത വായിച്ച് പഠിക്കുമ്പോൾ തന്നെ അത്തരത്തിലുള്ള പദങ്ങൾ അണ്ടർലൈൻ ചെയ്ത് പഠിക്കേണ്ടതാണ്. 2ാമത്തെ യൂണിറ്റിൽ നമുക്ക് വരുന്നത് അയാം കലാം കെ ബഹാനെ എന്നുള്ള ഫിലിമി ലേഖൻ. ആ ലേഖനത്തിൽ നിന്നും ധാരാളം ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. വാർത്താലാപ്, ഡയറി, പോസ്റ്റർ എന്നിവയൊക്കെ അതിൽ നിന്നും വരാം. അതിൽ കഥാപാത്രങ്ങൾ, ധാരാളം കഥാപാത്രങ്ങൾ വരുന്നതാണ്. മോർബാൽ, മിഹിർ, ചോട്ടു, കലാം. ഈ കഥാപാത്രങ്ങളെല്ലാം ആശയക്കുഴപ്പമുണ്ടാക്കാവുന്നതാണ്. അതുകൊണ്ട് വായിക്കുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം. സബ്സെ ബഡാ ഷോമൻ എന്ന ജീവനിയിൽ നിന്നും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഇതിൽ നിന്ന് ബാത്ചീത്ത് വരാം, പോസ്റ്റർ വരാം, ഡയറി വരാം. ആ പാഠവും പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം പഠിക്കാനായിട്ട്. 3ാമത്തെ യൂണിറ്റിലെ അകാൽ ഓർ ഉസ്കെ ബാദ് എന്ന കവിത വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ നിന്ന് ആശയം എഴുതാൻ വരാം. 4 വരി കവിത തരും, അതിൽ നിന്ന് ആശയം എഴുതാൻ വരാം. ആശയം എഴുതുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. അതുപോലെ അതിൽ നിന്ന് പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച് ഒരു പോസ്റ്ററും പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തതായി പ്രേംചന്ദിൻ്റെ ഠാക്കൂർ ക കുവാം എന്നുള്ള പാഠം വളരെ പ്രധാനപ്പെട്ടതാണ്. കഥാപാത്രങ്ങളെ മനസ്സിലാക്കി ചരിത്രഗത വിശേഷത എഴുതാൻ വരും. ജോക്കു, ഗംഗി എന്നീ കഥാപാത്രങ്ങളുടെ ചരിത്രഗത വിശേഷതയായിരിക്കും അതിൽ എഴുതാനായിട്ട് വരിക. അതുപോലെ ഡയറി വരാം, വാർത്താലാപ് വരാം. ജാതി പ്രഥയെക്കുറിച്ച് പോസ്റ്ററും നമുക്കതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. 4ാമത്തെ യൂണിറ്റിലെ വസന്ത് മേരെ ഗാവ് ക എന്ന ലേഖനത്തിൽ നിന്ന് പോസ്റ്റർ, വാർത്താലാപ്
എന്നിവ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തതായി ദിശാഹീൻ ദിശ എന്ന യാത്രാവൃത്തിൽ നിന്ന് കത്ത് വരാം, ചരിത്രഗതി വിശേഷത വരാം. ഈ പാഠത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം പഠിക്കാനായിട്ട്. നമ്മുടെ അവസാനത്തെ യൂണിറ്റായ 5ാമത്തെ യൂണിറ്റ്, അതിൽ ബച്ചേ കാം പർ ജാ രഹേ ഹേ എന്നുള്ള കവിത വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ നിന്ന് നമുക്ക് വിശേഷണാത്മക പ്രശ്നം ഉണ്ടാകാം, ബാലാശ്രമയ്ക്ക് വിരുദ്ധ പോസ്റ്റർ ഉണ്ടാകാം. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ആശയവും ആ കവിതയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. അടുത്തത് ഗുഡലി തോ പരായി ഹെ എന്ന കഹാനി, വളരെ മനോഹരമായ കഹാനിയാണ്. അതിൽ നിന്ന് നമുക്ക് പോസ്റ്റർ വരാം, ബാത്ചീത്ത് വരാം, പത്ര വരാം, ഡയറി വരാം. ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായി പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. പാഠഭാഗങ്ങളെല്ലാം നല്ല പോലെ വായിച്ച് മനസ്സിലാക്കി എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരം എഴുതണം. പാഠഭാഗങ്ങൾ വായിക്കുക എന്നതാണ് ഇവിടെ പ്രാധാന്യം. നല്ല പോലെ വായിച്ച കുട്ടിക്ക് ഏത് ചോദ്യവും നിഷ്പ്രയാസം കൈകാര്യം ചെയ്യാവുന്നതാണ്. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ നമ്പർ കൃത്യമായി നമ്മൾ രേഖപ്പെടുത്തിയിരിക്കണം, തെറ്റുകൂടാതെ. അതിനായി നമുക്ക് അവസാനത്തെ വാണിംഗ് ബെൽ ഉണ്ടായിരിക്കും. ആ വാണിംഗ് ബെൽ അടിക്കുമ്പോൾ തന്നെ പേപ്പർ മൊത്തം ഒന്ന് വായിച്ചു നോക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ തെറ്റിയിട്ടുണ്ടോ, എല്ലാ ചോദ്യവും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ലേ എന്ന് നോക്കുവാനുള്ള സമയമാണത്. അത് നോക്കി നമുക്ക് അവസാന നിമിഷം വരെ നമുക്ക് പരീക്ഷ എഴുതാവുന്നതാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ A+ കിട്ടാൻ ഒട്ടും ബുദ്ധിമുട്ടില്ലാത്ത വിഷയമാണ് 3rd ലാംഗ്വേജായ ഹിന്ദി. ഇപ്പോൾ എല്ലാ പാഠഭാഗങ്ങളുമായിട്ട് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും ഞാൻ ഒന്നുകൂടി പറയുകയാണ്, നമ്മുടെ 5 യൂണിറ്റുകളിലായിട്ട് നമുക്ക് 11 പാഠഭാഗങ്ങളുണ്ട്. അതിൽ നിന്ന് ഗദ്യഭാഗത്തു നിന്നും കവിതാഭാഗത്തു നിന്നും ചോദ്യങ്ങൾ നമുക്ക് വരാവുന്നതാണ്. 1 മാർക്കിൻ്റെ ഏകദേശം 7 ചോദ്യങ്ങളും 2 മാർക്കിൻ്റെ 6 7 ചോദ്യങ്ങളോ അതുപോലെ 4 മാർക്കിൻ്റെ 5 ചോദ്യങ്ങളും നമുക്ക് ഉണ്ടായിരിക്കും. ടീച്ചർ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല രീതിയിൽ മനസ്സിലായി. ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ എക്സാം എഴുതും. A+ എന്തായാലും ഞാൻ മേടിക്കും. SSLC പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും A+ നേടാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം.